ഹായ്, ഇന്നത്തെ വീഡിയോയിൽ റിയാക്റ്റീവ്നെസ്, റെസ്പോൺസീവ് എന്നിവയെ കുറിച്ചാണ്. അതായത് പ്രതികരണം രണ്ടു തരത്തിലാവാം. റിയാക്റ്റീവായിട്ട് പ്രതികരിക്കാം, റെസ്പോൺസീവായിട്ടും പ്രതികരിക്കാം. അപ്പൊ ഇവിടെ ഈ ഒരു വീഡിയോ ചെയ്യാൻ കാരണം, മുമ്പ് ഞാൻ പഠിപ്പിച്ചിരുന്ന കാലത്ത് കുട്ടികളോട് സ്കൂളിൽ എക്സ്കർഷൻ ഉണ്ട്, എക്സ്കർഷന് പോകാൻ വേണ്ടി സമ്മതപത്രം വാങ്ങിക്കൊണ്ടുവരണം, വീട്ടിൽ ചോദിക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ കുറച്ച് കുട്ടികളൊക്കെ വീട്ടിൽ സമ്മതിച്ചില്ല, പണമില്ല, കാശില്ല അച്ഛൻ്റെ അടുത്ത് എന്നൊക്കെ പറഞ്ഞു. അതിലൊരു കുട്ടി പറഞ്ഞു, എന്റെ അച്ഛനും കാശില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊരു ട്രിക്ക് ഉപയോഗിച്ചു. എന്താന്ന് ചോദിച്ചപ്പോ അവൻ പറയാണ്, അച്ഛൻ്റെ കയ്യിൽ കാശില്ലാന്നിട്ടല്ല എനിക്ക് പോകാൻ പറ്റാത്തത്, എനിക്ക് വിഷമമൊക്കെ ഉണ്ട്. ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ കൂടെ പോകാൻ വളരെ കൂടുതൽ ആഗ്രഹിച്ചതായിരുന്നു. പക്ഷെ എനിക്ക് പ്രശ്നമില്ല കേട്ടോ അച്ഛൻ വിഷമിക്കണ്ട, അത് കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ അച്ഛനെ സെന്റ് അടിപ്പിച്ചു എന്ന് കുട്ടി പറഞ്ഞത്. അതിന്റെ ഫലമായിട്ട് നേരെ വിളിച്ചപ്പോ അച്ഛൻ പെർമിഷൻ കൊടുത്തു എന്നാണ് കുട്ടി പറഞ്ഞത്. അപ്പൊ ഇവിടെ നടന്നത് എന്താന്ന് വെച്ചാൽ, സാധാരണ കുട്ടികളെ ഈ എക്സ്കർഷനൊക്കെ പെർമിഷൻ ചോദിക്കുമ്പോൾ രക്ഷിതാവ് സമ്മതിക്കില്ല. അപ്പൊ കുട്ടികൾ ബഹളം വെക്കും, കരയും, ദേഷ്യം പിടിക്കും, വാശി പിടിക്കുകയൊക്കെ ചെയ്യും. അതിന് പകരം മറ്റേ കുട്ടി ചെയ്ത പോലെ റെസ്പോൺസീവായിട്ട് പ്രതികരിക്കുകയാണെങ്കിൽ അത് വളരെ നന്നായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അതെ, റിയാക്റ്റീവ് അല്ലാതെ റെസ്പോൺസീവായി പ്രതികരിക്കുമ്പോൾ നമുക്ക് ജീവിതത്തിൽ വളരെയധികം സന്തോഷം, സമാധാനം ഉണ്ടാവും. വലിയ പ്രയാസങ്ങളൊന്നും ബന്ധങ്ങളിൽ ഉണ്ടാവില്ല. അപ്പൊ അതെന്താന്നുള്ളത് നമുക്ക് പഠിക്കാം. റിയാക്റ്റീവ് ആവാതെ റെസ്പോൺസീവ് ആവുക എന്നത് ജീവിതത്തിലെ മാനസിക മാറ്റത്തിന്റെയും ആത്മീയ വളർച്ചയുടെയും അടയാളമായിട്ടാണ് പറയുന്നത്. റെസ്പോൺസീവ് ആകാൻ മനസ്സിനെ പരിശീലിപ്പിക്കണം നമ്മൾ. ഈ റിയാക്റ്റീവ്നെസ് എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആയിട്ട് നമുക്ക് ഉണ്ടാവുന്നതാണ്. എന്നാൽ റെസ്പോൺസീവ്നെസ് എന്ന് പറഞ്ഞാല് നമ്മൾ എടുത്താലേ പറ്റുള്ളൂ. അതായത് നമ്മൾ ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യണ്ടേ, അതേപോലെ തന്നെ റെസ്പോൺസീവ് പ്രതികരണം നമ്മൾ പരിശീലിപ്പിച്ചെടുക്കണം നമ്മളെ. നിങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ ആക്ഷേപങ്ങൾ അല്ലെങ്കിൽ പരാമർശങ്ങൾ, അപ്രതീക്ഷിതമായ മറ്റു ചില സംഭവങ്ങൾ നിങ്ങളെ വളരെയധികം ദേഷ്യത്തിലാക്കുന്നുണ്ടോ? ആരെങ്കിലും നിങ്ങളോട് മോശമായി പെരുമാറുമ്പോൾ നിങ്ങൾ പതിവായി പൊട്ടിത്തെറിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ റിയാക്റ്റീവ് ആണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് നിങ്ങൾ റിയാക്റ്റീവ് ആണോ അല്ലയോ എന്നുള്ള അറിയാനുള്ളതാണ്. മറ്റുള്ളവർ നമ്മളോട് ദേഷ്യപ്പെടുമ്പോഴോ അല്ലെങ്കിൽ മോശമായ സന്ദർഭം ഉണ്ടാകുമ്പോഴോ നമ്മൾ പൊട്ടിത്തെറിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതേ നാണയത്തിൽ തിരിച്ചടിക്കുകയാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം നമ്മൾ റിയാക്റ്റീവ് ആണെന്നുള്ളത്. അങ്ങനെ റിയാക്റ്റീവ് ആയാൽ നമ്മൾ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. നമ്മുടെ സമാധാനം കുറയും, ബന്ധങ്ങളിൽ വിള്ളലുണ്ടാവും. എന്നാൽ നമുക്ക് മറ്റൊരു വഴിയുണ്ട്. ഈ റിയാക്റ്റീവ് ആവുന്നതിന് പകരം മറ്റൊരു വഴിയുണ്ട്. അതെന്താന്ന് വെച്ചാൽ റെസ്പോൺസീവായി മാറുക എന്നുള്ളതാണ്. റിയാക്റ്റീവ് എന്നാൽ ഒരാളുടെ പ്രവൃത്തിയോട് സ്വയം നിയന്ത്രണമില്ലാതെ പ്രതികരിക്കുന്നതാണ്. ആരെങ്കിലും പരിഹസിച്ചാൽ അല്ലെങ്കിൽ ആരെങ്കിലും ദേഷ്യപ്പെട്ടാൽ അതേ നാണയത്തിൽ ദേഷ്യപ്പെടുകയും പരിഹസിക്കുകയും ചെയ്യുന്നതാണ് റിയാക്റ്റീവ്. ഇങ്ങനെ റിയാക്റ്റീവ് ആകുമ്പോൾ ബന്ധങ്ങളൊക്കെ തകരും. പലപ്പോഴും രക്ഷിതാക്കളും കുട്ടികളും തമ്മിലുള്ള റിയാക്റ്റീവ്നെസ് അവർക്കിടയിൽ ലഹളയാവുകയും പിന്നെ അടിപിടിയിലേക്കൊക്കെ മാറുന്നത് നമ്മൾ വായിക്കാറുണ്ട്. അതുപോലെ തന്നെ രക്ഷിതാക്കളും കുട്ടികളും ആവണമെന്നില്ല, ഏത് ആളുകൾ തമ്മിലുള്ള പ്രതികരണം റിയാക്റ്റീവ്നെസ് ആണ് വരുന്നതെങ്കിൽ ആ ബന്ധങ്ങൾ തകരും. നമ്മുടെ പുഞ്ചിരി കുറയും, നമ്മുടെ ഉള്ളിലെ സമാധാനം നഷ്ടപ്പെടും. ഇതൊക്കെ റിയാക്റ്റീവ്നെസ് കൊണ്ടുള്ള പ്രയാസങ്ങളാണ്. റിയാക്റ്റീവ് ആയി കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ, നമ്മൾ ആ സമയത്ത് അങ്ങ് റിയാക്റ്റീവ് ആവും. പിന്നീട് നമുക്കത് അയ്യോ വേണ്ടിയിരുന്നില്ല എന്ന് നമ്മൾ ഖേദിക്കേണ്ടി വരും. റിയാക്റ്റീവായ ആളുകൾ വൈകാരികമായിട്ടുള്ള വിക്ഷോഭം പ്രകടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. വളരെ പെട്ടെന്ന് കാര്യങ്ങൾ നടത്തുകര്, യാതൊരു നിയന്ത്രണം ഇല്ലാതെയാണ് അവർ പ്രതികരിക്കുന്നത്. റിയാക്റ്റീവ് ആകാനുള്ള ന്യൂറോ സയൻസിന്റെ വിശദീകരണം എന്താണെന്ന് ചോദിച്ചാൽ, എന്തുകൊണ്ടാണ് നമ്മൾ റിയാക്റ്റീവ് ആകുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മുടെ ബ്രെയിനിന്റെ ഒരു പണി തന്നെയാണ്. ബ്രെയിനിലെ അമിഗ്ഡാല എന്ന് പറയുന്ന ഭാഗം, അമിഗ്ഡാല ഹൈജാക്ക് നമുക്ക് പറയാമെങ്കിൽ ആ ഭാഗമാണ് നമ്മളെ പ്രതികരിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കുന്നത്. അതിനു വേണ്ടിയുള്ള ഹോർമോണൊക്കെ ഉണ്ടാക്കുന്നത് അമിഗ്ഡാലയാണ്. റിയാക്റ്റീവ് ആകാനുള്ള ന്യൂറോ സയൻസിന്റെ വിശദീകരണമാണ് അത് അമിഗ്ഡാല. അതേസമയം റെസ്പോൺസീവ് ആവാൻ വേണ്ടി നമ്മുടെ ബ്രെയിന് നമ്മളെ സഹായിക്കുന്നുണ്ട്. പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് റെസ്പോൺസീവ് ആവാൻ പറ്റും. അമിഗ്ഡാലയാണ് ആക്ടിവേറ്റ് എങ്കിൽ നമ്മൾ റിയാക്റ്റീവ് ആവും. എന്നാൽ പ്രീഫ്രോണ്ടൽ കോർട്ടക്സ് ആണ് ആക്ടിവേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ റെസ്പോൺസീവ് ആവും. നമ്മൾ റിയാക്റ്റീവ് ആവാൻ മറ്റു പല കാരണങ്ങളുണ്ട്. അതിൽ 5 കാരണങ്ങൾ നമുക്ക് നോക്കാം. ഒന്നെന്താന്ന് വെച്ചാൽ, നമ്മുടെ പാസ്റ്റിലുള്ള ഇമോഷണൽ വൂൺസ് ആണ്. അതായത്
പഴയ കാലത്ത്, ഭൂതകാലത്ത്, ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ നമ്മളിൽ ഉണ്ടായിട്ടുള്ള വൈകാരികമായിട്ടുള്ള മുറിവുകൾ, ചെറുപ്പകാലത്തൊക്കെ ഉണ്ടായിട്ടുള്ള വൈകാരിക മുറിവുകൾ നമ്മുടെ ഉപബോധ മനസ്സിൽ കിടക്കുന്നുണ്ടാവും. അത് പലപ്പോഴും നമ്മളെ അതുപോലുള്ള സംഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുമ്പോൾ പ്രതികരിക്കാൻ വേണ്ടി, റിയാക്റ്റീവ് ചെയ്യാൻ വേണ്ടി നമ്മളെ എപ്പോഴും പ്രോത്സാഹിപ്പിക്കും. നമുക്ക് അങ്ങനെ റിയാക്റ്റീവ് ചെയ്യാനുള്ള ഒരു മൂഡ് അങ്ങനെ വരും, ഇമോഷണൽ കൊണ്ട് ഭൂതകാലത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ ഈഗോ സെൻസിറ്റിവിറ്റി, എന്താ എന്നോട് അങ്ങനെ പറയാൻ, ഒരാള് നമ്മളോട് ശോഭിച്ചിട്ടുണ്ടെങ്കിൽ എന്നോട് അങ്ങനെ പറയാൻ എന്താ എന്നുള്ള നമുക്കൊരു ഈഗോ ഉണ്ടല്ലോ, അത് ഈ സെൻസിറ്റീവ് ആയിട്ടുള്ള ഈഗോ ഉള്ളവരും എന്താണ് ചെയ്യുക, കൂടുതൽ റിയാക്റ്റീവ് ആണ് ചെയ്യുക. അതുപോലെ ഫിയർ ഓഫ് ജഡ്ജ്മെന്റ്, ഇപ്പൊ മോശമായിട്ട് ഒരാള് നമ്മളെ പറ്റി പറയുമ്പോൾ നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, മറ്റുള്ളവർ നമ്മൾ ജഡ്ജ് ചെയ്യോ എന്നുള്ളൊരു പ്രയാസമുണ്ട്. എന്നൊക്കെ കാരണം കണ്ടാണ് നമ്മൾ പലപ്പോഴും റിയാക്റ്റീവ് ആവുന്നത്. അതായത് നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ഇല്ലാത്ത കാര്യങ്ങൾ നമ്മളോട് പറയാന്ന് വിചാരിക്കും. അപ്പൊ നമ്മളൊന്നും മിണ്ടുന്നില്ലെങ്കിൽ അത് കേട്ടു നിൽക്കുന്ന ആൾക്കാരെന്താ വിചാരിക്കുക, അതൊക്കെ സംഭവിച്ചതായിരിക്കും എന്ന് വിചാരിക്കും. അങ്ങനെ മറ്റുള്ളവർ ജഡ്ജ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടും നമ്മൾ റിയാക്റ്റീവ് ആവാറുണ്ട്. പിന്നെ അൺക്ലിയർ ബൗണ്ടറീസ് ആണ്, അതായത് നമുക്ക് നമ്മളുടേതായ അതിരുകളില്ല. ഞാൻ എത്ര വരെ പോകണം എന്നുള്ള ഒരു തീരുമാനം നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ, നമുക്ക് എല്ലാത്തിനും ഒരു ബൗണ്ടറി ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും റിയാക്റ്റീവ് ആവില്ല. ബൗണ്ടറി ഇല്ലാത്തതാണ്, അല്ലെങ്കിൽ നമ്മുടെ ബൗണ്ടറിക്ക് നമുക്ക് ഏതുവരെ പോകാം എന്നത് ഒരു വ്യക്തത ഇല്ലെങ്കിലൊക്കെയാണ് റിയാക്റ്റീവ്നെസ് കൂടുക. പിന്നെ നോ ഇമോഷണൽ റെഗുലേഷൻ സ്കിൽസ്, അതായത് ഇമോഷൻസിനെ നിയന്ത്രിക്കാനുള്ള സ്കില്ല് നമുക്കില്ലെങ്കിലും, ഇമോഷണൽ ഇന്റലിജൻസ് കുറവാണെങ്കിലും നമ്മൾ എന്താ ചെയ്യുന്നത്, റിയാക്റ്റീവ് ആണ് ചെയ്യുന്നത്. അതായത് നമുക്ക് വൈകാരികമായിട്ടുള്ള നിയന്ത്രണം ഇല്ലെങ്കിലും റിയാക്റ്റീവ്നെസ് കൂടും. പിന്നെ ചെയ്യേണ്ടത് നമ്മുടെ മൈൻഡിനെ എങ്ങനെയാണ് ഷിഫ്റ്റ് ചെയ്യുക, അതായത് റിയാക്റ്റീവ്നെസ്സിൽ നിന്നും റെസ്പോൺസീവിലേക്ക് നമ്മുടെ മൈൻഡിനെ എങ്ങനെ ഷിഫ്റ്റ് ചെയ്യും എന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ എന്താന്ന് വെച്ചാല് പോസ് ചെയ്യുക. അതായത് നമുക്കൊരു ഇഷ്യൂ ഉണ്ടായി, ഒരാൾ വല്ലാതെ ബഹളം വെക്കുന്നു, നമ്മളോട് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നു. അപ്പൊ നമ്മൾ ഒന്ന് പോസ് ചെയ്യുക, 1-2 സെക്കൻഡ് മിണ്ടാതിരുന്നിട്ട് റെസ്പോൺസ്, നമ്മൾ പ്രതികരിക്കുന്നതിന് മുമ്പ് നമ്മളൊരു കുറച്ചു നേരം മിണ്ടാതിരുന്നാൽ നമുക്ക് എന്ത് പറ്റും, ആ തീവ്രതയിൽ റിയാക്ട് ചെയ്യാൻ തോന്നില്ല. അപ്പൊ നമ്മൾ റെസ്പോണ്ട് ചെയ്യുള്ളൂ. പിന്നെ രണ്ടാമതായിട്ട് നിങ്ങളുടെ അവസ്ഥക്ക് നിങ്ങളൊരു പേര് നൽകുക. അതായത് ഇപ്പോ അയാൾ പറയുമ്പോൾ എനിക്ക് ദേഷ്യമാണോ വൈരാഗ്യമാണോ എന്താണ് വരുന്നത് എന്നുള്ള നമ്മുടെ ഇമോഷൻ ഒരു പേര് നൽകുക. ഞാൻ ദേഷ്യക്കാരിയാണ് എന്നതിന് പകരം എനിക്ക് ദേഷ്യം തോന്നുന്നു എന്ന് പറയാം. നമ്മളിപ്പോ നമ്മളൊരു ദേഷ്യക്കാരിയായി അല്ലെങ്കിൽ ഒരു പ്രതികാരദാഹിയായിട്ടൊന്നും കാണാതെ എനിക്ക് ഇന്ന ഫീലിംഗ് തോന്നുന്നു എന്ന് പറയാം. പിന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു രീതിയാണ്, അതായത് റിയാക്റ്റീവ്നെസ്സിൽ നിന്ന് റെസ്പോൺസീവിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കേണ്ട മറ്റൊരു മെത്തേഡാണ് റീഫ്രെയിം മെത്തേഡ്. അതായത് ഈ സിറ്റുവേഷനെ തന്നെ നമ്മൾ റീഫ്രെയിം ചെയ്യാം. ഒരാള് നമ്മളോട് ദേഷ്യപ്പെട്ടാൽ അയാൾ എന്തുകൊണ്ട് എന്നോട് ദേഷ്യപ്പെട്ടു എന്നുള്ളതിന് പകരം നമ്മൾ അതേപോലെ തിരിച്ച് ദേഷ്യപ്പെടുന്നതിന് പകരം നമുക്ക് ചിന്തിക്കാം, അയാൾ ചിലപ്പം എന്തെങ്കിലും വിഷമത്തിലായിരിക്കും, മാനസികമായിട്ട് എന്തെങ്കിലും പ്രയാസത്തിലായിരിക്കും, അല്ലെങ്കിൽ അയാൾ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടാവും. അത് കാരണം അയാളുടെ ഉള്ളിലുള്ള പ്രയാസം കൊണ്ടായിരിക്കാം നമ്മളോട് ഇങ്ങനെ മോശമായിട്ട് പെരുമാറിയത് എന്ന് നമുക്ക് ചിന്തിക്കാം. അയാൾ എന്തുകൊണ്ട് എന്നോട് പെരുമാറി എന്നതിന് പകരം അയാളുടെ ഭാഗത്തു നിന്ന് അയാൾ എന്തെങ്കിലും ഒരു വേദനയിലൂടെ കടന്നു പോകുന്ന അവസരമായിരിക്കാം, ആ പ്രതികരണമായിരിക്കാം അയാൾ എന്നോട് പെരുമാറിയത് എന്ന് റീഫ്രെയിം ചെയ്ത് ചിന്തിക്കാം. പിന്നെ സെറ്റ് ഇന്റൻഷണൽ റെസ്പോൺസീവ് ആവണമെങ്കിൽ ഇന്റൻഷണൽ ആയിട്ട് റെസ്പോൺസ് ചെയ്യാം. അതായത് നമ്മൾ എങ്ങനെ പ്രതികരിച്ചാലാണ് സമാധാനവും വ്യക്തതയും ഒക്കെ നമുക്ക് ഉണ്ടാവുക. ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെ 2-3 തരത്തിൽ നമുക്ക് പ്രതികരിക്കാം. റിയാക്റ്റീവ് എന്ന് പറഞ്ഞാല് അവർ പറയുന്ന അതേ നാണയത്തിൽ തിരിച്ചു പറയുക, അല്ലെങ്കിൽ ഒരു എന്താ പറയാ കുറച്ചും കൂടി ഒരു ക്രോധത്തോടു കൂടിയൊക്കെ പ്രതികരിക്കുന്നതിനാണ് റിയാക്റ്റീവ് എന്ന് പറയുക. എന്നാൽ ഒരാൾ നമ്മളോട് എന്തെങ്കിലും പറഞ്ഞാൽ എങ്ങനെ പറഞ്ഞാലാണ് എനിക്ക് സന്തോഷവും സമാധാനവും വ്യക്തതയൊക്കെ കിട്ടുക എന്ന് ആലോചിച്ചിട്ട് ആ രൂപത്തിൽ തിരിച്ച് മറുപടി കൊടുക്കുന്നതിനാണ് എന്ത് പറയാ, റെസ്പോൺസീവ് എന്ന് പറയാം. അപ്പൊ അങ്ങനെ റെസ്പോൺസീവ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇന്റൻഷനലി വേണം നമുക്ക് ചെയ്യാൻ. പെട്ടെന്ന് നമ്മളിൽ വരുന്നത് റിയാക്ഷൻ ആണ്, പക്ഷെ നമ്മൾ ഇന്റൻഷനലി നമ്മൾ ആ റിയാക്ഷൻ എന്താക്കണം, റെസ്പോൺസീവ് ആക്കി മാറ്റണം.
പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് മൈൻഡ്ഫുൾനെസ് ജേർണലിങ്. അതായത് നമ്മൾ ചോദിക്കുക എല്ലാ ദിവസവും, അങ്ങനെ റിയാക്റ്റീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ദിവസം ചോദിക്കുക, ഇന്ന് ഞാൻ എപ്പോഴാണ് ഇങ്ങനെ റിയാക്ഷൻ നടത്തിയത്, എന്താണ് എന്നെ അതിന് പ്രേരിപ്പിച്ചത്, അതിന് എനിക്കുണ്ടായ ട്രിഗർ എന്താണ്, ഏത് ട്രിഗർ ഉണ്ടായപ്പോഴാണ് ഞാൻ ഇങ്ങനെ റിയാക്റ്റീവ് ആയിട്ട് പ്രതികരിച്ചത് എന്നൊക്കെ നമ്മളോട് ചോദിക്കാം. പിന്നെ എന്നെ അങ്ങനെ റിയാക്റ്റീവ് ആയിട്ട് പ്രതികരിക്കാൻ എന്നെ പ്രചോദിപ്പിച്ച ഘടകം എന്താണ് എന്നൊക്കെ സ്വയത്തോട് ഇങ്ങനെ ചോദിക്കാം. എനിക്ക് വ്യത്യസ്തമായി എന്ത് ചെയ്യാൻ കഴിയുമായിരുന്നു, അതായത് ഞാൻ ഒരാളോട് റിയാക്റ്റീവ് ആയിട്ട് പെരുമാറി, അങ്ങനെ ആ സംഭവം നടന്നു കഴിഞ്ഞു. പിന്നീട് നമ്മൾ അതിനെ കുറിച്ച് ചിന്തിക്കുക, എന്ത് ട്രിഗറാണ് എനിക്ക് ഉണ്ടായത് അങ്ങനെ പെരുമാറാൻ, എനിക്ക് അതിന് വ്യത്യസ്തമായിട്ട് എങ്ങനെ പെരുമാറാമായിരുന്നു എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരു അവസരം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, റിയാക്റ്റീവ്നെസ് അത്ര കാണിക്കില്ല, റെസ്പോൺസീവ് ആയി മാറാൻ വേണ്ടി ശ്രമിക്കും. ഇപ്പൊ റിയൽ ലൈഫ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു പ്രാവശ്യം ഞങ്ങൾ യാത്ര പോകുമ്പോൾ ഒരു ഓട്ടോ റോങ് സൈഡിൽ വന്നിട്ട് നമ്മളുടെ കാറിന് ഇടിച്ചു പിടിച്ചില്ല എന്നുള്ള മട്ടില് വന്നു. പക്ഷെ അയാൾ എന്ത് ചെയ്തെന്ന് വെച്ചാല് നമ്മൾ ഇങ്ങോട്ട് വഴക്ക് പറഞ്ഞു, ഇങ്ങോട്ട് നോക്കിയിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ ശരിക്കും റിയാക്റ്റീവ് ആണ് ചെയ്യുന്നത് എങ്കിൽ എന്തായിരിക്കും സംഭവം, നമ്മൾ അങ്ങോട്ട് അയാളെ ചീത്ത അറിയും, ഇയാളല്ലേ വന്നത്, ഓപ്പോസിറ്റ് സൈഡിൽ വന്നത് അല്ലെങ്കിൽ റോങ് സൈഡിൽ വന്നത്, എന്നിട്ട് ഞങ്ങളോടെ ചോദിക്കുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് നമുക്ക് റിയാക്ട് ചെയ്യാം. പക്ഷെ നമ്മളപ്പോ വിചാരിക്കുന്നത് മൂപ്പരെടുത്താണ് തെറ്റ് എന്നുള്ളത് അറിയാവുന്നത് കൊണ്ട് നമ്മൾ അങ്ങോട്ട് പറയുന്നതിന് പകരം ഇങ്ങോട്ട് പറഞ്ഞതാണ് എന്ന് ചിന്തിച്ചിട്ട് ഓക്കെ കുഴപ്പമില്ലല്ലോ, ഒന്നും പറ്റിയില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെ പറയുന്നതിനാണ് റെസ്പോൺസീവ് എന്ന് പറയാം. ശരിക്ക് വഴക്ക് പറയുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി അവിടെ ഒരു കുറെ സമയം, നമ്മുടെ സമയവും എനർജിയൊക്കെ പോകും. അതിന് പകരം അവര് എന്തെങ്കിലും പ്രയാസത്തിൽ നിൽക്കുകയായിരിക്കും എന്ന് കരുതിയിട്ട് നമുക്ക് ഇങ്ങനെ ഈ രൂപത്തിൽ പ്രതികരിച്ചാൽ അത് റെസ്പോൺസീവ് ആവും. അതല്ല ഇങ്ങനെ പറയുന്നതിന് അർത്ഥം എന്ത് തെറ്റ് ചെയ്താലും അവർക്ക് സൈഡ് നിൽക്കുക എന്നല്ല. ചില സമയത്തൊക്കെ നമ്മൾ മറ്റുള്ളവരുടെ തെറ്റാണെങ്കിൽ പോലും ക്ഷമിക്കുന്ന രൂപത്തിൽ നമ്മൾക്ക് ആ രൂപത്തിൽ പെരുമാറിയാൽ നമുക്ക് നല്ല സന്തോഷ സമാധാനം ഉണ്ടാവും. പിന്നെ എപ്പോഴും ഓർക്കുമ്പോൾ നമ്മൾ അങ്ങനെ പെരുമാറിയത് കൊണ്ട് നന്നായി, അല്ലെങ്കിൽ ഒരു ബഹളം ഉണ്ടാവുമായിരുന്നു, അത് ഒഴിവാക്കാൻ പറ്റിയല്ലോ എന്നുള്ളൊരു സമാധാനം നമുക്ക് തോന്നും. പിന്നെ നമ്മൾ ജോലി സ്ഥലത്തൊക്കെ ആണെങ്കിൽ നമ്മുടെ ബോസൊക്കെ വല്ലാതെ മോശമായിട്ട് പറയണ ചില ബോസുമാരുണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, വളരെ ഉയർന്ന ബോധത്തോടു കൂടി റെസ്പോൺസീവ് ആയിട്ട് മറുപടി പറയാൻ വേണ്ടി പഠിക്കണം. പിന്നെ പൊതുവെ നമ്മള് ജീവിതത്തിൽ കുട്ടികൾ വല്ലാതെ ദേഷ്യപ്പെടുമ്പോൾ നമ്മള് കുട്ടികൾ ഇങ്ങനെ വാശിയൊക്കെ പിടിക്കുമ്പോൾ നമ്മൾ സാധാരണ ശിക്ഷിക്കാറുണ്ട്. അതിന് പകരം ശിക്ഷ കൊടുക്കാതെ മനസ്സോടെ കുട്ടി പറയുന്നത് കേട്ട് നമ്മള് പ്രതികരിക്കാതെ നിന്ന് കുട്ടിയെ ആ ഭാഗത്തുനിന്ന് ശ്രദ്ധ തെറ്റിച്ച് കൊണ്ടുപോവുകയാണെങ്കിൽ അവിടെ അത് റെസ്പോൺസീവ് ആണെന്ന് പറയാൻ നോക്കാം. അതല്ലാതെ കുട്ടി വാശി പിടിക്കുമ്പോൾ വടിയെടുത്ത് അടിക്കുന്നത് റിയാക്റ്റീവ്നെസ് ആണ്. പിന്നെ റിയാക്ട് ചെയ്യുന്നത് നമ്മുടെ നാച്ചുറൽ ആണ്, എന്നാൽ പരിശീലനത്തോടെ മാത്രമേ നമുക്ക് റെസ്പോൺസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതിനുവേണ്ടി പരിശീലിക്കാൻ നമുക്ക് ശ്രമിക്കാം. ഈ റിയാക്ഷന് പകരം റെസ്പോൺസ് ഉണ്ടാവണമെങ്കിൽ നമുക്ക് ആദ്യം അവയർനെസ് വേണം. ഞാൻ റിയാക്ട് ചെയ്യുന്ന ആളാണ് എന്നുള്ള അവയർനെസ് വേണം. പിന്നെ ഒരു സംഭവം ഉണ്ടാവുമ്പോൾ ഒന്ന് നിർത്താൻ, 1-2 ശ്വാസം ഒന്ന് ദീർഘമായി ശ്വസിക്കുന്നത് വരെ ഒന്ന് നിർത്താനും പിന്നെ അതിനെ റീഫ്രെയിം ചെയ്യാനും കഴിയുകയാണെങ്കിൽ റിയാക്ഷൻ എന്താക്കാൻ പറ്റും, റെസ്പോൺസീവ് മോഡിലേക്ക് മാറ്റാൻ പറ്റും. അതായത് അവയർനെസ് ഉണ്ടാക്കുക, 1-2 നിമിഷം നമ്മൾ നിർത്തുക, ശ്വാസത്തെ ശ്രദ്ധിക്കുക, ആ അവസ്ഥയെ, ആ എൻവയോൺമെന്റിനെ, ആ പരിസ്ഥിതിയെ നമ്മൾ റീഫ്രെയിം ചെയ്യുക. നേരത്തെ പറഞ്ഞ പോലെ റീഫ്രെയിം ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ റിയാക്ഷൻ എന്താക്കി മാറ്റാൻ പറ്റും, നമുക്ക് റെസ്പോൺസ് ആക്കി മാറ്റാൻ പറ്റും. നമ്മളോട് ഒരാൾ മോശമായി പെരുമാറുന്ന സമയത്ത് നമ്മളെ നിയന്ത്രിക്കുന്നത് ഒരിക്കലും അവരാവരുത്, നമ്മുടെ തിരഞ്ഞെടുപ്പാവണം. ഇനി നമുക്ക് ഒരു പ്രശ്നം വന്നാൽ പ്രതികരിക്കാതെ 3 നിമിഷം കാത്തു നിൽക്കുക. നിങ്ങളുടെ മറുപടി നിങ്ങളുടെ വളർച്ചയുടെ അടയാളമായിട്ട് വേണം അവിടെ കാണാൻ. അപ്പോ നിങ്ങൾ റിയാക്റ്റീവ് ചെയ്യാതെ റെസ്പോൺസീവ് ചെയ്യുന്ന അവസരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുക. അങ്ങനെയുള്ള അവസരങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് കമന്റിൽ അറിയിക്കുക. ഇതുപോലുള്ള കാര്യങ്ങൾ പഠിക്കാൻ ഞങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്.
താങ്ക് യു.